വെൽക്കം ബാക്ക് ടു കിച്ചൺ ഡയറീസ്. ഇന്ന് ഒരു ചിക്കൻ റെസിപ്പിയാണ്. വളരെ ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള പാലക് ചിക്കനാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത്. ചീരയെല്ലാം കഴിക്കാൻ മടിക്കുന്ന കുട്ടികൾക്ക് ഈ രീതിയിൽ ചിക്കൻ കറി ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഇഷ്ടത്തോടു കൂടി തന്നെ ഇത് അവർ കഴിച്ചു തീർക്കുന്നതാണ്. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കെട്ട് ചീരയാണ്. ഇത് നന്നായി വാഷ് ചെയ്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. പാനിൽ പകുതി വെള്ളമെടുത്ത് ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത് തിളച്ചതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പിന്നീട് കഴുകി വെച്ചിരിക്കുന്ന ചീരയില ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു തവ വെച്ച് ഇത് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരു 3 മിനിറ്റ് സമയം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിൽ കൂടുതൽ കുക്കായി കഴിഞ്ഞാൽ ഇതിൻ്റെ പോഷകാംശം നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ 3 മിനിറ്റിന് ശേഷം ഇത് കോരി വെക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാനിൽ നല്ല ഐസ് ക്യൂബ്സ് ചേർത്ത നല്ല തണുത്ത വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ തണുത്ത വെള്ളത്തിലേക്ക് ചീരയില ചേർക്കുന്നത് ചീരയുടെ പച്ച കളർ പോവാതെ ഗ്രേവിക്ക് നല്ല ഗ്രീൻ കളർ കിട്ടുന്നതിനുള്ള ഒരു ടിപ്പാണിത്. തണുത്ത വെള്ളത്തിൽ ചീര ചേർക്കുന്നതും അതുപോലെ തന്നെ ചീര കുക്കാവുന്ന സമയത്ത് 1 ടീസ്പൂൺ പഞ്ചസാര അതിൽ ചേർക്കുന്നതും. ശേഷം വെള്ളമെല്ലാം കളഞ്ഞ് ഇല ഞാനൊരു മിക്സറിലേക്ക് മാറ്റുകയാണ്. ഇത് നന്നായി നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാനിവിടെ ചീരയില നന്നായി ഗ്രൈൻഡ് ചെയ്തെടുത്ത് ഇവിടെ സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ബൗളിൽ ചിക്കൻ പീസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. 750 ഗ്രാം ചിക്കൻ്റെ പീസാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക. പിന്നീട് 1.5 ടേബിൾ സ്പൂൺ തൈരും പിന്നീട് നമ്മൾ നേരത്തെ അരച്ചു മാറ്റി വെച്ചിരുന്ന സ്പിനാച്ചിൻ്റെ പ്യൂരിയിൽ നിന്നും ഒരു 2 ടേബിൾ സ്പൂൺ പ്യൂരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ചേർത്തതിന് ശേഷം സ്പൂൺ ഉപയോഗിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ മസാല ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നീട് ഇത് 1 മണിക്കൂർ നേരം നമ്മൾ റെഫ്രിജറേറ്ററിൽ മാറ്റി വെക്കുന്നുണ്ട്. പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതിനകത്തേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഓയിൽ നന്നായി ചൂടായതിന് ശേഷം ഇതിനകത്തേക്ക് 1 ബേ ലീഫും 2 ഗ്രാമ്പുവും 1 ഏലക്കായും 2 കഷ്ണം പട്ടയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ജീരകവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി പൊട്ടിയതിന് ശേഷം ഇതിനകത്തേക്ക് 2 ചെറിയ സവാള നന്നായി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണം ഇത് ചേർത്ത് കൊടുക്കാൻ. നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം ഈ സവാള. ഇതിലേക്ക് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ചതച്ച് ചേർത്ത് കൊടുത്താലും മതി ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും. പിന്നീട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിന് വേണ്ടി ഇതിൽ ചുവന്ന മുളക് ചേർക്കുന്നില്ല. പകരം കുരുമുളകും പച്ചമുളകും മാത്രമാണ് ചേർക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. തക്കാളി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് അരച്ച് ചേർത്ത് കൊടുക്കുകയും ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. തക്കാളി ചേർത്തതിന് ശേഷം ഒന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഉള്ളിയും എല്ലാം ആവശ്യത്തിന് വഴന്നു വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവ ചേർത്തതിന് ശേഷം ആ മസാലയുടെ പച്ചമണമെല്ലാം മാറുന്നതിന് വേണ്ടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നീട് ഇതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസ് ചേർത്ത് കൊടുക്കുക. ചിക്കൻ്റെ പീസ് ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിനകത്തേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരുന്നത് കൊണ്ട് 1/4 കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഒരു തിക്കായിട്ടുള്ള ഗ്രേവിയാണ് പാലക് ചിക്കൻ എന്ന് പറയുന്നത്. ഇതൊന്ന് കവർ ചെയ്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് സമയം കുക്ക് ചെയ്തെടുക്കുക. 10 മിനിറ്റിന് ശേഷം ഞാനിവിടെ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് ഒന്നുകൂടെ ചിക്കനെല്ലാം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. മീഡിയം ടു ലോ ഫ്ലെയിമിൽ ചിക്കൻ കുക്ക് ചെയ്തെടുക്കുമ്പോൾ ആ ഗ്രേവിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ കിട്ടുന്നതാണ്.
ഇത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്നുകൂടി കവർ ചെയ്തൊരു 10 മിനിറ്റ് സമയം കൂടി കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചിക്കൻ എല്ലാം ആവശ്യത്തിന് കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന പാലക് ചീരയുടെ പ്യൂരി ചേർത്ത് കൊടുക്കുക. ആ പച്ച നിറം കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് കറിക്ക്. അപ്പോൾ നമ്മൾ ഈ പച്ച നിറം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ ഇതിലേക്ക് ഈ ഇല വേവിക്കുന്ന സമയത്ത് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്തതും അതുപോലെ തന്നെ ഈ ഇല കോരിയെടുത്ത് നല്ല തണുത്ത വെള്ളത്തിലേക്ക് മാറ്റുന്നതും ഈ പച്ച നിറം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഗ്രേവിക്ക് നല്ല ഗ്രീൻ കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ടിപ്പാണ്. ഇത് നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ബാക്കി മസാലകൾ ഒന്നൊന്നായി ചേർത്ത് കൊടുക്കാം. തിളച്ചതിന് ശേഷം ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ ഉലുവ ഇല പൊടിച്ചതും ചേർത്ത് കൊടുക്കുക. ചേർത്തതിന് ശേഷം ഒന്നുകൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നീട് ഒരു 3 മിനിറ്റ് സമയം കവർ ചെയ്ത് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഗ്രേവി എല്ലാം ആവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കണം. അഥവാ നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ക്രീം ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പ് അരിച്ചത് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പാലക് ചിക്കൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടും വളരെ ഹെൽത്തിയുമായിട്ടുള്ള ഈ പാലക് ചിക്കൻ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കിയതിന് ശേഷം ഇതിൻ്റെ ഫീഡ്ബാക്ക്സ് എല്ലാം എഴുതി അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.